ഇൻസൈഡ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പ്രഭാത വാർത്തകൾ വായിക്കുന്നത് അനുവജിത്ത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാസ് പ്രഖ്യാപനവുമായി പിണറായി സർക്കാർ. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്നും 2000 രൂപയാക്കി. നിലവിൽ സഹായം കിട്ടാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പും പ്രഖ്യാപിച്ചു. അങ്കണവാടി ജീവനക്കാർ, സാക്ഷരതാ പ്രേരക്, ആശാ വർക്കർമാർ എന്നിവർക്ക് 1000 രൂപ കൂടി പ്രതിമാസ ഓണറേറിയവും നൽകും. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു തുറന്ന സംവാദത്തിന് പിണറായി വിജയനെയും പ്രിയങ്ക ഗാന്ധിയെയും വെല്ലുവിളിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഗുരുവായൂരിലെ അമൂല്യ വസ്തുക്കളുടെ തിരോധാനം ദേവസ്വം ബോർഡ് എങ്ങനെ അഴിമതിക്കാരുടെയും ദല്ലാൽമാരുടെയും കേന്ദ്രമായി മാറി? ഇപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും സംസാരിക്കാൻ തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മോന്ത തീവ്ര ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതോടെ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്കോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ കരമനയാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ നദീതീരത്തോട് ചേർന്ന് നിർമ്മിച്ച മനോഹരമായ ആഴാങ്കൽ വാക്ക്വേ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിച്ചു. പിണറായി വിജയൻ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നതാണെന്ന് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ ബഡ്ജറ്റിൽ ജനങ്ങൾക്കുമേൽ വൻ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചത് മറക്കരുതെന്നും ജനം യാതൊരു ഗൗരവവും ഇതിന് നൽകരുതെന്നും ചെന്നിത്തല പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി. പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും ജോർജ് കുര്യനും നന്ദി അറിയിച്ച് കെ സുരേന്ദ്രൻ. PM ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ BJP അപലപിക്കുന്നുവെന്ന് V മുരളീധരൻ. സംസ്ഥാന പട്ടയമേളയോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം ഒക്ടോബർ 31 വെള്ളിയാഴ്ച രാവിലെ 10:30 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഓൺലൈനായി നിർവഹിക്കും. വാഴത്തോപ്പ് സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പട്ടയമേളയിൽ ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനാകും. ജില്ലയിൽ 564 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ എവിടെയും വീടുകൾ, ഫ്ളാറ്റുകൾ, കടമുറികൾ, ഗോഡൌണുകൾ എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി സമീപിക്കുക. വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.